ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതൊരു ജലയുദ്ധം തുടങ്ങി. ഡിപ്ലോമാറ്റുകളെ പുറത്താക്കുന്നു, പാകിസ്ഥാനികൾക്ക് വിസയില്ല എന്ന് പറയുന്നു, 48 മണിക്കൂറിനകം ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളൊക്കെ സ്ഥലം വിടാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ചില അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാനും ചില കാര്യങ്ങളിലും ഭയപ്പാടോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു, അതിർത്തിയിൽ കുഴിബോംബുകൾ വിതറുന്നു, അതിനോടൊപ്പം തന്നെ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്താ അതിൻ്റെ ഡീറ്റെയിൽസ്? ഇപ്പം ഈ യുദ്ധം പ്രഖ്യാപിക്കുന്ന പരിപാടി ഒന്നുമില്ല. അത് രണ്ടാം ലോക യുദ്ധത്തോടു കൂടി വി ആർ അറ്റ് വാർ വിത്ത് ജർമ്മനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുക, നേരത്തെ പ്രഖ്യാപിച്ചിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ കല്യാണമൊന്നുമല്ലല്ലോ. അതെ, ഇതെന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. പാകിസ്ഥാൻ ഏപ്രിൽ 24 ഇന്ന് അല്ലെങ്കിൽ 25-ാം തീയതി നാളെ ഈ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണം നടത്തും എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് നമ്മുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇൻ്റലിജൻസ് വിവരം അതിനെ പറ്റിയിട്ടുണ്ടാവും. അവർ മിസൈൽ അവരുടെ കയ്യിലുള്ളതാണ്, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ നിങ്ങളുടെ പലതും തകർക്കും എന്ന് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് അവരുടെ ഭയപ്പാടിൽ നിന്നുണ്ടാകുന്നതാണ്, പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഇത് നടന്നാൽ. അപ്പോൾ ഈ പട്ടാള വിമാനങ്ങൾ ചില ഭാഗത്തേക്ക് നീക്കുന്നതൊക്കെ ആയിട്ട് വാർത്തകൾ വന്നു സംസാരിച്ചതാണ്. പാകിസ്ഥാൻ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ഉന്നതതല സമിതി കഴിഞ്ഞ ദിവസം ചേർന്നു. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇത് എന്തിനാണ് ചേർന്നതെന്ന്. ഇങ്ങനെ ഒരു കമ്മിറ്റി ചേർന്നാൽ അതിൽ ചർച്ച ചെയ്യുന്നത് ദേശീയ സുരക്ഷയായിരിക്കും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ പേടിച്ച് കമ്മിറ്റിയും കൂടിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക? ഒന്നാമത് പട്ടാളം ചെയ്യുന്നതാണ്. പട്ടാളം പല കാര്യങ്ങളിലും പട്ടാളത്തിൻ്റെ പല കാര്യങ്ങളിലും ഇടപെടരുത്. ഈ നയം, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കാര്യങ്ങൾ, വിദേശ നയം, ഇതിലൊന്നും പട്ടാള കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് പട്ടാളം അങ്ങോട്ട് ആജ്ഞ നേരത്തെ കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുതെന്ന്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ വരണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ഈ പുൽവാമ 2009 ഉണ്ടായപ്പോൾ നമ്മൾ ബാലക്കോട് പോയി ആക്രമിച്ചു. ഇതിപ്പോൾ പരീക്ഷണം നടക്കാൻ പോകുന്നത് അറബിക്കടലിൽ എവിടെയോ ആണ്, കറാച്ചി തീരത്ത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് ഇത് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്ന് വാർത്തകളിലുണ്ട്. കരയിൽ നിന്ന് കരയിലേക്കുള്ളത്. അവർക്ക് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽസ് ധാരാളം ഉണ്ട്. ഷഹീൻ, അരബീൽ എന്ന് പറഞ്ഞിട്ട് 2 മിസൈൽ ശ്രേണികളിൽ അവർക്ക് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഷഹീനും അരബീലും 2 റേഞ്ച്, ദൂരം ഉള്ളതാണ്. ഷഹീൻ 3 2750 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആ മിസൈൽ കൊണ്ട് ആക്രമണം നടത്താം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉൾപ്പെടെ. അത്രയും റേഞ്ച് അതിനുണ്ട്. അബബിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ മിസൈൽ വേദ സംവിധാനങ്ങൾ, മിസൈൽ തകർക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങളെ തകർക്കാവുന്ന വിധത്തിലാണ് അബബീൽ എന്ന് പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റേഞ്ച് 2200 കിലോമീറ്ററാണ്. MIRV ടെക്നോളജി അതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മിസൈൽ സംവിധാനങ്ങളെ തകർക്കാനുള്ള ടെക്നോളജി എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സംവിധാനമാണ് ഉള്ളത്. ലക്ഷ്യം സാധിച്ച് തിരിച്ചു വരുന്ന വിധത്തിൽ. ഷഹീൻ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ആണ്. ഷഹീൻ 2 മീഡിയം റേഞ്ച് 1500-2000. അല്ല, ഷഹീൻ ഓൾറെഡി കയ്യിലുള്ളതാണ്. കയ്യിലുള്ള ഒരെണ്ണം പൊട്ടിക്കുന്ന തന്നെ ഞാനും കരുതുന്നു, അല്ലാതെ പുതിയത് ഒരെണ്ണം പരീക്ഷണം നടത്തുന്നു. അല്ല, ഇന്നാളല്ലേ പാകിസ്ഥാൻ കുറെ കാലം മുമ്പ് ഒരു മിസൈൽ വിട്ടിട്ട് അത് കറങ്ങിത്തിരിഞ്ഞ് അവിടെ തന്നെ ഒരു ഗ്രാമത്തിൽ പോയി വീണത്. അപ്പോൾ ഈ ഷഹീൻ 2 ആണവ സ്ഫോടകം വഹിക്കാം, അങ്ങനെയും ചെയ്യാം. ഷഹീൻ 1A എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ചെറിയ റേഞ്ച് 900 കിലോമീറ്റർ.
അബബിയിൽ ഇന്ത്യയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന മിസൈലാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിൽ ആണവ സ്ഫോടകം ആകാം. മറ്റ് മിസൈലുകൾ ഫത്തെ 2 400 കിലോമീറ്റർ, നസർ, ഗോറി എന്ന് പറഞ്ഞ മിസൈലുണ്ട്. അത് നോർത്ത് കൊറിയ സഹായിച്ചിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മിസൈലാണ് ഗോറി. പേര് വിടുമ്പോഴും ഗോറിയുടെ പേര് വേണമല്ലോ, മുഹമ്മദ് ഗോറി. അതെ. അപ്പോൾ ഈ ഇന്ത്യക്കെതിരായ ഡിഫൻസ് സംഭവങ്ങളാണ് ഇത്. ഇന്ത്യ ആക്രമിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇതെടുക്കൂ എന്നവർ അവകാശപ്പെടാറുണ്ട്. ഡിറ്ററൻ്റായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അബബിയിൽ ഈ ഇന്ത്യയുടെ ഈ മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ തകർക്കാനുള്ള MIRV ടെക്നോളജി ഉള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷണം ഇന്നോ നാളെയോ നടക്കും എന്നുള്ള വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അല്ല, പാകിസ്ഥാനും മാത്രമല്ല, നമ്മുടെ ഈ ഇങ്ങനെ കണക്ക് കൂട്ടണ്ടായി, ഇപ്പോൾ ടെൻഷൻ ഉണ്ടായി. പക്ഷേ ഈ ടെൻഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ അവർ ഡേറ്റ് തീരുമാനിച്ചതാണ് ഇങ്ങനൊരു പരീക്ഷണം നടത്താൻ. ഇപ്പം നമ്മളത്തെ എന്തെല്ലാം മിസൈലുകൾ പരീക്ഷിക്കുന്നു, ഓരോ പുതിയ ആയുധങ്ങളും നമ്മൾ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ടെൻഷനുള്ള ഒരു കാലാവസ്ഥയിൽ നടക്കുമ്പോൾ അത് വാർത്തയാവുന്നു എന്നതിനപ്പുറത്ത് വലിയ കാര്യമുണ്ടോ? അല്ല, അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതാണ് വിശേഷം. സാധാരണഗതിയിൽ മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ രാജ്യം ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോർത്ത് കൊറിയ എത്ര ചെയ്യണം? അപ്പം ഒരു നോട്ടിഫിക്കേഷൻ അവരുടേത് വന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ചിലതൊക്കെ ഉണ്ട്, ഞങ്ങളെ അങ്ങനെ പേടിപ്പിക്കേണ്ട, അവരുടെ ഭയത്തിൽ നിന്നുണ്ടായിരിക്കും. ഭയത്തിൽ നിന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളും ഈ കടലിൽ ചില പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കൊക്കെ മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ടെന്നൊരു അലാമിങ് മെസ്സേജ്, ഒരു അലാം കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ മറ്റേ ട്രോളറുകൾ പോകരുത്, അതെ അതെ, മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെ അങ്ങനെ ചില അറിയിപ്പുകൾ കൊടുക്കാറുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കടലിലേക്ക് വിക്ഷേപിക്കുന്ന സാധനമില്ല, കടലിലേക്കാണല്ലോ പരീക്ഷിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് ഇതിന് വല്ല പശകും പറ്റി ട്രാക്ക് തെറ്റിയോ വല്ലതും തകരാറായി വീഴുകയും പോകുന്ന വഴിക്ക് വല്ല കപ്പലുകളോ ഉണ്ടെങ്കിലോ? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണം തന്നെ നേരത്തെ അവര് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോവുക? കാരണം ഇന്ന് മോദി ബീഹാറിലെ മധുബനിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭീകരന്മാർ മാത്രമല്ല അവരുടെ പിന്നിലുള്ളവരും ഭൂമിയുടെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും ശരിയാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൈനിക നടപടി ഉറപ്പാണ് എന്നുള്ള സൂചനയാണ് അത്. ആ സാധാരണ ഹിന്ദിയിൽ നടത്തുന്ന പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ ഇത്രയും വാചകങ്ങളും മോദി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കേട്ടോളാം. ഇനിയിപ്പോൾ ഹിന്ദി അറിയാത്തവരൂടെ കേട്ടോണം എന്നുള്ളതാണ്. കേരളത്തിലിരിക്കുന്നവർക്ക് കൂടെ മനസ്സിലാവുമല്ലോ, അത് മനസ്സിലാവണമല്ലോ. കാരണം ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ. കാരണം ഇന്നലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭീകരമായിട്ട് ഇത് ഇങ്ങനെയല്ല, അതൊക്കെ സംഘികൾ ചെയ്തതാണ്, അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് എന്ന തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് കേരളത്തിലാണ്, വേറെ ഒരു സംസ്ഥാനത്തുമില്ല. ഇത് ഈ ഇതുപോലെയുള്ള പുൽവാമ പോലുള്ള ആക്രമണങ്ങളൊക്കെ മര്യാദയ്ക്ക് പഠിച്ചുകൂടെ അവർക്ക്? അതോ അറിയാമായിരുന്നിട്ടും അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. കാരണം വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പം കിട്ടുന്ന വിവരമെന്ന് വെച്ചാൽ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിൽ അവിടുത്തെ പ്രാദേശികമായ ചില ആളുകളുടെ സപ്പോർട്ടുണ്ട്. ലോജിസ്റ്റിക്സ്, താമസം ഒരുക്കി കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്, ഗൈഡ് ചെയ്തത്, ആ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയതിലൊക്കെ അവിടുത്തെ തദ്ദേശവാസികളുടെ സഹായം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കേരളത്തിലൊരു ആക്രമണത്തിന് പ്ലാൻ ചെയ്താൽ ഉറപ്പായും ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട ആളുകൾ ഇവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും, ഇവർക്ക് ഭക്ഷണം കൊടുക്കും, ഇവരെ ആക്രമണം നടത്തേണ്ട സ്ഥലത്ത് കൊണ്ടുപോകും, ആക്രമിക്കേണ്ട ആളുകളെ കാണിച്ചു കൊടുക്കും, എല്ലാം ഒത്താശം ചെയ്തു കൊടുക്കും. അതൊക്കെ ചെയ്യും. സത്യത്തിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ഇസ്രായേൽ മോഡലാണ് വേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നവരെയൊക്കെ പിടിച്ച് പൊക്കിയെടുത്ത് അകത്തിടണം. നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു ജീവനക്കാരൻ അതുപോലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് ഫേക്ക് ആണെന്നും അവൻ ഒറിജിനൽ പേരല്ല എന്നും ഒരു കഥ ഉണ്ടായിരുന്നു. ക്രോസ് ചെക്ക് ചെയ്യണം, എനിക്കറിയില്ല, ഞാൻ കണ്ടു. ഞാനും പോസ്റ്റ് കണ്ടു. വേറെ ഏതോ ഒരാൾ ക്രോസ് ചെക്ക് ചെയ്ത് വേറൊരു പേര് ആയിരിക്കും എന്നും പറയുന്നുണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ ആളുടെ ചിത്രമൊക്കെ ഉണ്ട്. ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പം കേരളത്തിലുള്ള ചില ആളുകൾ കൂടി മനസ്സിലാവാനായിരിക്കും മോദി ഇംഗ്ലീഷിൽ പറഞ്ഞത്, ഹിന്ദി മനസ്സിലാവില്ലല്ലോ. ഏതായാലും പാകിസ്ഥാൻ്റെ മിസൈൽ ഉമ്മാക്കി കണ്ടെന്നും ഇന്ത്യ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകുന്നില്ല.
പാകിസ്ഥാൻ്റെ ഒരു മിസൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മിസൈൽ ലോകം മുഴുവനുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടി വിയറ്റ്നാമും ഫിലിപ്പൈൻസും ഇന്തോനേഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ കാത്തു കിട്ടുകയാണ് നമ്മുടെ മിസൈലുകൾ വാങ്ങിക്കൊണ്ട് പോകാൻ. നമുക്കൊരു പ്രയാസമില്ല ഈ പാകിസ്ഥാനെ തീർക്കാനായിട്ട്. അതെ അതെ, നിമിഷങ്ങളുടെ കാര്യമൊക്കെ ഉള്ളൂ. അത് ഇവിടെ നിന്ന് ചില സംഗതി അങ്ങോട്ട് അയക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് ഒന്നാമത് ചെറിയ രാജ്യമാണ്, എത്ര നേരം വേണം, വെറുതെ ഒരു ഉമ്മാക്കി കാണിക്കുക. അതിന് അവർ തന്നെ നോട്ടിഫൈ ചെയ്തിട്ട് ഇത് വാർത്തയും ആക്കുക, അതാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മിസൈൽ വിക്ഷേപിക്കട്ടെ, അത് എവിടെ ചെന്ന് വീഴുമെന്നറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.